കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണ് വർണ്ണാഭമായ തുടക്കം. ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസഡറായ മോഹൻലാൽ KCL രണ്ടാം സീസണ് ഔദ്യോഗിക തുടക്കം കുറിച്ചു. ആദ്യ ദിനം നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിനും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും വിജയം. സൂപ്പർ താരം മോഹൻലാലിന്റെ സാന്നിധ്യവും കേരളത്തനിമ നിറഞ്ഞുനിന്ന കലാവിരുന്നും ഒത്തുചേർന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ കാണികൾക്ക് ഉത്സവ പ്രതീതി സമ്മാനിച്ചു. 50ഓളം കലാകാരന്മാർ അണിനിരന്ന് കേരളത്തിന്റെ വിവിധ കലാരൂപങ്ങൾ കോർത്തിണക്കിയ സംഗീത നൃത്തശില്പം. അവസാന ഓവർ വരെ നീണ്ട ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 18 ഓവറിൽ 138 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊല്ലം 1 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. അവസാന ഓവറിൽ 2 സിക്സറുകൾ പായിച്ചാണ് ബിജു നാരായണൻ കൊല്ലത്തിന് വിജയമൊരുക്കിയത്. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ NM ഷറഫുദ്ദീനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. രണ്ടാമത്തെ മത്സരത്തിൽ ആതിഥേയരായ ട്രിവാൻഡ്രം റോയൽസിനെ 8 വിക്കറ്റിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തി. 3 ഓവറിൽ 14 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ നേടിയ മുഹമ്മദ് ആഷിഖാണ് കളിയിലെ താരം. ഓപ്പോസിറ്റ് നല്ലൊരു ടീമായിരുന്നു അവർ. നമ്മുടെ മൊമെൻറ്റും അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു പാക്കായിട്ട് നമ്മൾ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ടീമിൻ്റെ ഇടയിൽ. അപ്പോൾ ഓഫ് കോഴ്സ് അത് ഓപ്പോസിറ്റ് ടീമിനും സർപ്രൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും വിടാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രിപ്പറേഷൻ അത്ര ഉഗ്രനായതുകൊണ്ടാണ് ആ ഒരു മൊമെൻറ്റം കിട്ടിയതും അങ്ങനെ ഒരു പാക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം. രണ്ടാമത്തെ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.